ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട സ്പൈസ് ജെറ്റ് വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് ജിദ്ദയിൽ തിരച്ചിറക്കി. രാവിലെ 10:30 ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന SG-036 നമ്പർ വിമാനം 1.5 മണിക്കൂറിന് ശേഷം ജിദ്ദയിൽ തന്നെ എമർജൻസി ലാൻഡിംഗ് നടത്തുകയായിരുന്നു. പറന്നുയർന്ന വിമാനത്തിൽ അരമണിക്കൂറിന് ശേഷം വലിയ ശബ്ദമുണ്ടാവുകയും അസാധാരണ കുലുക്കം അനുഭവപ്പെടുകയുമായിരുന്നു എന്നും യാത്രക്കാർ അറിയിച്ചു. സൗദിയിൽ സ്ത്രീയെ അപമാനിക്കുകയും ശല്യം ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ ഇന്ത്യൻ യുവാവ് പിടിയിലായി. ദിലേർ ഹുസൈൻ ലാസ്കർ എന്ന യുവാവാണ് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽഹസയിൽ അറസ്റ്റിലായതെന്ന് പൊതുസുരക്ഷാ വിഭാഗം അറിയിച്ചു. യുവതിയെ ഉപദ്രവിച്ച പ്രതിയെ തുടർ നടപടിക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായും പോലീസ് അധികൃതർ വ്യക്തമാക്കി. വ്യക്തികളെ ശല്യം ചെയ്യുകയും മാനനഷ്ടമുണ്ടാക്കുകയും ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ 2021 ജാനുവരിയിൽ സൗദി മന്ത്രിസഭ പാസാക്കിയ നിയമം അടുത്തിടെയാണ് കർശനമായി നടപ്പിലാക്കി തുടങ്ങിയത്. പീഡനവിരുദ്ധ നിയമം അനുസരിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി കേസുകൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റും ശിക്ഷാ നടപടികളും കൈക്കൊള്ളുകയും ചെയ്തു വരുന്നുണ്ട്. കുറ്റം തെളിഞ്ഞാൽ 2 വർഷത്തിൽ കൂടാത്ത തടവും 1 ലക്ഷം റിയാൽ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടെയായിരിക്കും ശിക്ഷയായി ലഭിക്കുന്നത്. എന്നാൽ ശല്യം ചെയ്യൽ പൊതുസ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഭിന്നശേഷിക്കാർക്കോ എതിരെയോ ആയാൽ തടവ് 5 വർഷവും പിഴ 3 ലക്ഷം റിയാലും അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആയിരിക്കും. മാത്രമല്ല പ്രതിയെ തിരിച്ചറിയാൻ കഴിയും വിധം സാമൂഹിക മാധ്യമങ്ങളിൽ വാർത്തയും നൽകും. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ ലോക്കോമോട്ടീവ് അപകടത്തിൽപ്പെട്ട് ഡ്രൈവർ മരണപ്പെട്ടു. കാബൂറ വിലായത്തിലാണ് സംഭവമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. അപകടത്തെ തുടർന്ന് ലോക്കോമോട്ടീവിലും അതിൽ ഘടിപ്പിച്ച ട്രെയിലറിലും തീപിടിക്കുകയായിരുന്നു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങളെത്തിയാണ് തീ അണച്ചത്. അതേസമയം അപകടത്തിൽപ്പെട്ടയാൾ ഏത് രാജ്യക്കാരനാണെന്ന് അറിവായിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം നിലവിൽ അന്വേഷണത്തിലാണ്. അറ്റകുറ്റപ്പണികൾക്കായി അമ്രാത്ത് ബോഷർ ചുരം റോഡ് താൽക്കാലികമായി അടച്ചതായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് വെള്ളിയാഴ്ച രാവിലെ 5 മണി മുതൽ ഞായറാഴ്ച രാവിലെ വരെയാണ് പാത അടച്ചിടുക. മലമുകളിൽ നിന്നും കല്ലുകൾ താഴേക്ക് പതിക്കാതിരിക്കാനായി സ്ഥാപിച്ച നെറ്റുകളുടെ അറ്റകുറ്റപ്പണിക്കാണ് പാത അടച്ചിടുന്നത്. ഈ കാലയളവിൽ യാത്ര ചെയ്യുന്നവർ വാദി അതേ റോഡ് ഉപയോഗിക്കണമെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി അധികൃതർ നിർദ്ദേശിച്ചു. ഒമാൻ കസ്റ്റംസ് അധികൃതർ വൻതോതിലുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. വർക്കയിലെ പ്രവാസി തൊഴിലാളികളുടെ സൈറ്റിൽ നടത്തിയ പരിശോധനയിൽ കംപ്ലയൻസ് ആൻഡ് റിസ്ക് അസസ്മെന്റ് ഡിപ്പാർട്ട്മെന്റാണ് പിടികൂടിയത്. പുകയില ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനായി പ്രവാസി തൊഴിലാളികൾ നടത്തുന്ന ഫാക്ടറിയും കണ്ടെത്തി. ഇവിടെ നിന്നാണ് വൻതോതിലുള്ള ച്യൂയിംഗം രൂപത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായി അധികൃതർ വ്യക്തമാക്കി. പരിശോധന നടത്തുന്നതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമമായ എക്സിൽ ഒമാൻ കസ്റ്റംസ് അധികൃതർ പങ്കുവച്ചിട്ടുണ്ട്. പൊതു സൗകര്യവും ഗതാഗതവും തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഡ്രൈവിംഗ് നടത്തിയ 30 മോട്ടോർ സൈക്കിൾ യാത്രക്കാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബഹ്ല വിലായത്തിൽ നിന്നും ദാഖ്ലിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഇവരെ പിടികൂടുന്നതെന്നും പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ പേരിൽ നടത്തുന്ന വ്യാജ ലോൺ തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് രംഗത്ത്. വാട്സാപ്പ്, സ്നാപ്ചാറ്റ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് CBOയുടെ പേരിൽ ലോൺ വാഗ്ദാനം ചെയ്ത് സംഘം തട്ടിപ്പ് നടത്തുന്നത്. ലോണിനായി ഇരകൾക്ക് വഞ്ചനാപരമായ ബാങ്കുകൾ നൽകി വ്യക്തിഗത ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഇരകളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയെടുക്കുകയാണ് സംഘം ചെയ്യുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. ഇത്തരം സന്ദേശങ്ങൾ അവഗണിക്കണമെന്നും വിശ്വാസ്യതയെക്കുറിച്ച് ഉറപ്പില്ലെങ്കിൽ അറ്റാച്ച് ചെയ്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും ആരോപി പൗരന്മാരോടും താമസക്കാരോടും അഭ്യർത്ഥിച്ചു. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ വ്യക്തിഗത ഭവന വായ്പയോ മറ്റേതെങ്കിലും ബാങ്കിംഗ് സേവനങ്ങളോ വ്യക്തികൾക്ക് നേരിട്ട് നൽകുന്നില്ലെന്ന് ശ്രദ്ധിക്കേണ്ടതാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഓൺലൈൻ ബാങ്കിംഗ് മേഖലയിലെ തട്ടിപ്പിനെതിരെ ബോധവൽക്കരണം ശക്തമാക്കിയതോടെ പുതിയ രീതികളാണ് സംഘം ഉപയോഗിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ബാങ്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു ഫോൺ വിളിച്ച് അക്കൗണ്ട് വിവരങ്ങളും മറ്റും കൈവശപ്പെടുത്തുന്ന രീതിയായിരുന്നു നടന്നിരുന്നത്.
പ്രമുഖ വാണിജ്യ സ്ഥാപനം, ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്നും സമ്മാനത്തിനും മറ്റും അർഹനായിരിക്കുന്നു എന്നും നിങ്ങൾക്ക് ലഭിച്ച OTP നമ്പറും മറ്റ് വിവരങ്ങളും നൽകണമെന്നും ആവശ്യപ്പെട്ട് തട്ടിപ്പുകളും നടന്നിരുന്നു. എന്നാൽ ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് ആളുകൾ ബോധവാന്മാരായതോടെ പുത്തൻ അടവുമായാണ് സംഘങ്ങൾ എത്തുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകളും താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണെന്നും വിവരങ്ങൾക്കായി ഈ നമ്പറിൽ ബന്ധപ്പെടണമെന്നും പറഞ്ഞാണ് പുതിയ രീതിയിൽ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളും. ജോലി വാഗ്ദാനം ചെയ്ത് ഓൺലൈനിലൂടെ പണം തട്ടുന്ന മറ്റൊരു രീതിക്കെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് എത്തിയിരുന്നു. പ്രതിദിന ശമ്പളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് ടെക്സ്റ്റ് സന്ദേശങ്ങൾ അയച്ചാണ് സംഘം തട്ടിപ്പ് നടത്തുന്നതെന്നും ആരോപി അറിയിച്ചിരുന്നു. ഇങ്ങനെ ലഭിക്കുന്ന സന്ദേശങ്ങൾ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാൻ ആവശ്യപ്പെടും. എന്നിട്ട് സംഘം മുൻപ് തട്ടിപ്പിലൂടെ നേടിയ തുക ഇതിലേക്ക് കൈമാറും. പിന്നീട് ഇവരുടെ യഥാർത്ഥ അക്കൗണ്ടിലേക്ക് ഉടൻ തന്നെ കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് സംഘം സ്വീകരിച്ചിരുന്നത്. ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന അജ്ഞാതർക്ക് കാർഡ് വിവരങ്ങൾ കൈമാറരുതെന്ന് റോയൽ ഒമാൻ പോലീസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സ്വദേശികൾക്കും വിദേശികൾക്കുമായി നൽകിയ നിർദ്ദേശങ്ങളിലാണ് ബാങ്ക് കാർഡിന്റെ വിശദാംശങ്ങൾ, CVV കോഡ്, OTP എന്നിവ കൈമാറരുതെന്ന് ആരോപി നിർദ്ദേശിച്ചിരുന്നത്. വ്യക്തിഗത ബാങ്ക് അക്കൗണ്ട്, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ, OTP തുടങ്ങിയവ ആവശ്യപ്പെടുന്ന ഫോൺ കോളുകളെയും മെസ്സേജുകളെയും കുറിച്ച് ജാഗ്രത തുടരണമെന്ന് ബാങ്കിംഗ് മേഖലയിലുള്ളവർ പറയുന്നു. വിവരങ്ങൾ പങ്കുവച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്നും പണം തട്ടുന്ന രീതിയാണ് വ്യാപകമായി നടക്കുന്നത്. എന്നാൽ ഓൺലൈനിലൂടെ സാധനങ്ങൾ വാങ്ങുന്നതിനും തട്ടിപ്പ് സംഘം ഇത്തരം രീതി ഉപയോഗിക്കുന്നുണ്ട്. ഫോൺ കോൾ, ടെക്സ്റ്റ് മെസ്സേജ്, സോഷ്യൽ മീഡിയ എന്നിവയിലൂടെ ബാങ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാതിരിക്കുക എന്നത് തന്നെയാണ് ഇത്തരം തട്ടിപ്പ് രീതികളെ പ്രതിരോധിക്കാനുള്ള മികച്ച മാർഗം. ഓഗസ്റ്റ് 4 മുതൽ മസ്കറ്റ് വിമാനത്താവളത്തിൽ യാത്രക്കാർ നേരത്തെ എത്തിച്ചേരണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. പാസഞ്ചർ ബോർഡിംഗ് സിസ്റ്റത്തിന്റെ പ്രോസസ്സിംഗ് സമയങ്ങളിൽ കാര്യമായ മാറ്റം വരുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ക്രമീകരണമെന്ന് അധികൃതർ വ്യക്തമാക്കി. പുതിയ PBS സംവിധാനം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരം സർക്കുലർ വഴി ഒമാൻ എയർപോർട്ട് അധികൃതർ എല്ലാ പങ്കാളികൾക്കും നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 4 മുതൽ പാസഞ്ചർ പ്രോസസ്സിംഗിനായുള്ള കട്ട് ഓഫ് സമയം ഷെഡ്യൂൾ ചെയ്ത് പുറപ്പെടൽ സമയത്തിന് 20 മിനിറ്റിൽ നിന്നും 40 മിനിറ്റായി നീട്ടുമെന്നും സർക്കുലറിൽ പറയുന്നു. വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ അനുഭവവും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. ചെക്ക് ഇൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതു മുതൽ പുറപ്പെടൽ ഗേറ്റുകളിൽ എത്തുന്നതുവരെയുള്ള യാത്രക്കാരുടെ വിശദമായ അവലോകനം നടത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ചെക്ക് ഇൻ പ്രക്രിയകൾ പൂർത്തിയാക്കുന്നതിനുള്ള കുറഞ്ഞ സമയം തിരിച്ചറിയാനും എല്ലാ ഫ്ലൈറ്റുകൾക്കും നിശ്ചയിച്ചിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് ബോർഡിംഗ് പ്രക്രിയയുടെ പുരോഗതി ഉറപ്പാക്കാനും പ്രവർത്തനങ്ങളിലെ കാലതാമസം ഒഴിവാക്കാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ സർക്കുലറിൽ കൂട്ടിച്ചേർത്തു. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കണ്ടെത്തുന്നതിൽ പ്രതിസന്ധിയുണ്ടെന്ന് നാവികസേന. അർജുൻ ലോറിക്കകത്ത് ഉണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ടില്ലെന്നും തിരച്ചിലിന് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രപാലൻ മാധ്യമപ്രവർത്തകരെ അറിയിച്ചു. അപകട സമയത്ത് അദ്ദേഹം ലോറിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നോ എന്നും ഉറപ്പില്ല. ഗംഗാവാലി പുഴയിൽ 2 ഡ്രോണുകളുടെ സഹായത്താൽ നടത്തിയ ഐബോർഡ് സ്കാനിങ്ങിൽ 4 സ്ഥലങ്ങളിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് റോഡിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന റെയിലാണ്, രണ്ടാമത്തേത് ടവറും, മൂന്നാമത്തേത് അർജുൻ ഉണ്ടെന്ന് കരുതുന്ന ലോറിയും, നാലാമത്തേത് ടാങ്കറിന്റെ ക്യാബിനുമാണ്. അതിൽ മാഗ്നറ്റോമീറ്ററിന്റെ സഹായത്തോടു കൂടി 3 എണ്ണത്തിന്റെ സാന്നിധ്യം എവിടെയൊക്കെയാണെന്ന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. നാലാമത്തേതാണ് അറിയാൻ ബാക്കിയുള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നടന്ന തിരച്ചിലിലാണ് അർജുൻ ഉണ്ടെന്ന് കരുതുന്ന ട്രക്കിനെ കുറിച്ച് ഏതാനും വിവരങ്ങൾ ലഭിച്ചത്.